നമസ്കാരം. കേരയിൽ പോലെയുള്ള ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത ഒരു ഉദ്യമം ഇത് നമുക്ക് വേണ്ടാന്ന് തന്നെ തോന്നുന്നു. ആർക്കാണ് ഇത്ര പെട്ടെന്ന് 14 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിൽ എത്തേണ്ട ഒരു കാര്യം എന്താണ്? 12 മണിക്കൂറിൽ നിന്ന് 4 മണിക്കൂറിലേക്ക് വല്ല ആവശ്യമുണ്ടോ? അതൊക്കെ സാധാരണക്കാരന് അത്ര അത്യാവശ്യമില്ല. കേരളത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. കേരയിൽ കുറ്റിപ്പറിക്കാൻ സതീശന്റെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെടുന്നവർ കേൾക്കേണ്ട ഒരു വാചകമുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങരെ അറിയാലോ. സതീശൻ എവിടെ കിടക്കുന്നു, സന്തോഷ് ജോർജ് കുളങ്ങര എവിടെ ഇരിക്കുന്നു? ലോകം ചുറ്റി നിങ്ങളുടെ മുന്നിലേക്ക് ലോകത്തിന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അവിടുത്തെ അത്യാധുനിക യാത്രാ സൗകര്യങ്ങൾ, അവിടുത്തെ മാറ്റങ്ങൾ, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആ രാജ്യം തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഓരോരോ സൗകര്യങ്ങൾ, ഇതെല്ലാം അവിടെ പോയി കണ്ട് ആ നാടിന്റെ തന്നെ പൈതൃകങ്ങളും സംസ്കാരങ്ങളെല്ലാം യാത്രാ വിവരണമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ ആ നാട്ടിൽ വന്നല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ അത്ഭുതപ്പെടാറില്ലേ? നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇനി എന്ന് വരുമെന്ന് ആലോചിച്ചിട്ടില്ല. അത് കൊണ്ടുവരാൻ പരിശ്രമിക്കുമ്പോൾ അയ്യോ ഇവിടെ ഇതാ പ്രകൃതിക്ഷോഭമേ, ഇവിടെ ഇതാ പ്രകൃതിയെ തകർക്കുന്നേ, അഴിമതിയെ എന്നുള്ള മോങ്ങലെടുത്ത് പുറത്തിട്ട് ഈ നാട്ടിൽ എന്ത് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നോ അതിനെയെല്ലാം മുടക്കാൻ നടക്കുന്നവരുടെ വാക്ക് കേട്ട് അത് കണ്ണടച്ച് വിശ്വസിക്കുന്നവർ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ വാക്ക് കേട്ടോളൂ. ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിക്കുന്ന ടീംസ് ആണല്ലോ നിങ്ങളിൽ പല മണ്ടപോയവരെ ഈ നാട്ടിൽ നയിക്കുന്നത്. അവർക്ക് കൂടിയുള്ള ഉത്തരമാണിത്. ചെറുപ്പക്കാരുടെ വികാരം കാണാതെ വയസ്സൻ ചിന്തയെ മാത്രം നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ എന്റർടൈൻമെന്റ് ഒന്നും വേണ്ട, ഇവിടെ ആഹ്ലാദങ്ങളൊന്നും വേണ്ട, അതിവേഗത്തിലൊന്നും വേണ്ട, ആർക്കാ ഇത്ര ധൃതി എന്നൊക്കെ പറയുന്നത്. ചെറുപ്പക്കാർക്ക് ധൃതി ഉണ്ടെന്നേ, ചെറുപ്പക്കാർക്ക് നല്ല ധൃതിയുണ്ട് ഒരിടത്ത് എത്താൻ. അവരുടെ സ്വപ്നത്തിന് അനുസരിച്ച് രാഷ്ട്രം വളർന്നില്ലെങ്കിൽ, നാട് വളർന്നില്ലെങ്കിൽ വളർന്ന നാട്ടിലേക്ക് അവർ കയറി പോകും. നിങ്ങൾ ഏതെങ്കിലും അനാഥാലയത്തിൽ കിടന്ന് പുഴുത്ത് ചാവും. ലോകം വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ആ വേഗത്തിനൊത്ത് സഞ്ചരിക്കുന്നവർ അല്ലെങ്കിൽ പോലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നല്ലെങ്കിൽ നാളെ കണ്ണടയേണ്ടവരാണ്, അല്ലെങ്കിൽ മാറിപ്പോകേണ്ടവരാണ്, ഒഴിഞ്ഞു പോകേണ്ടവരാണ് ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ. അപ്പോ നമ്മൾ ഇന്നിരുന്ന് എന്ത് കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? നമ്മുടെ അടുത്ത തലമുറ വരുമ്പോൾ ഈ നാട്ടിൽ കാളവണ്ടി മതിയോ? 6, 12, 15 മണിക്കൂറും വൈകി ഓടുന്ന തീവണ്ടി മതിയോ? അത് മാത്രമാണോ ഈ നാട്ടിലെ വികസനമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത്? അവർ മറ്റു രാജ്യങ്ങളിലേക്ക് എന്തുകൊണ്ട് ഓടിപ്പോകുന്നു? അവിടെയെല്ലാം എല്ലാ സൗകര്യങ്ങളും വന്നു കഴിഞ്ഞു. ഇവിടെ എന്ത് വന്നാലും പ്രകൃതി ദുരന്തമേ, അയ്യോ പശ്ചിമഘട്ടമേ, ഇവിടെ ഒന്നും വരല്ലേ, ഇവിടെയൊക്കെ വന്ന അഴിമതിയാണ്. ഇത് പറഞ്ഞ് വായ്ത്താരി ഇട്ടുകൊണ്ട് ആൾക്കാരുടെ ഇടയിലേക്ക് പച്ചക്കള്ളങ്ങളിലൂടെ ആശങ്ക നിറയ്ക്കുകയാണ്. ഈ നാട് ഇന്ന് സഞ്ചരിക്കേണ്ട വേഗത ഇതിനൊപ്പമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യുവതലമുറ സൗകര്യങ്ങളുള്ള നാട് തേടി പോകുന്നത്. അതുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് യുവത്വത്തിന് ഇതിനേക്കാൾ സൗകര്യമുള്ള നാടുകൾ വേണം. അവർ അത് തേടി പോകുമ്പോൾ ഈ നാട്ടിൽ ഇപ്പോഴും ഒന്നും വരാൻ സമ്മതിക്കില്ല. അത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഏതെങ്കിലും അനാഥാലയത്തിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ ഒടുങ്ങാൻ പോകുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. കാര്യം ഈ നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഈ 12 മണിക്കൂർ 20 മണിക്കൂർ എടുത്ത് യാത്ര ചെയ്യുന്ന റെയിൽവേകളാണ് ഏറ്റവും വലിയ സംഭവം. ഓടുന്ന വഴിയിൽ ആക്രി സെറ്റപ്പ് ആയിട്ടുള്ള വന്ദേ ഭാരതും എടുത്തു വെച്ചിട്ട് ഇതൊക്കെ മതി നമ്മുടെ നാടിന് എന്ന് പറയുന്ന ചില രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരെയെല്ലാം ആട്ടിപ്പായിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ ലോകത്ത് എല്ലായിടത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മഴ കേരളത്തിൽ മാത്രമല്ല പെയ്യുന്നത്, കൊടുങ്കാറ്റടിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാകുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വേഗത്തിൽ സഞ്ചരിക്കണം, അവരുടെ ജീവിതം കൂടുതൽ വേഗമേറിയതാക്കണം, പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവർക്ക് കൊണ്ടുവരണമെന്ന് ലോകത്താകമാനം ചിന്തിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ കുറെ ഗാന്ധി കുഞ്ഞുങ്ങൾ എന്ന ലേബലിൽ നടക്കുന്നവർ അതൊന്നും വേണ്ട, അയ്യോ ഇവിടെ പശ്ചിമഘട്ടം മതി, ഇവിടെ പണ്ടത്തെ റെയിൽവേ മതി, കാളവണ്ടി മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതും കേട്ടുകൊണ്ട് അവരോടൊപ്പം കുറ്റിപ്പറിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഈ നാടിനെ പിന്നോട്ട് നയിക്കുന്നവരാണ്, അല്ലെങ്കിൽ പിന്നോട്ടടിക്കുന്നവരാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാര്യം ഈ നാട് ഇപ്പോൾ തന്നെ ലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ മലയാളികൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലെല്ലാം പോയി ജോലി ചെയ്യുന്നവരാണ്. ലോകത്തിന്റെ എവിടെ ഏത് കോണിൽ പോയാലും അവിടെയെല്ലാം ഒരു മലയാളി ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്, നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ജീവിച്ചിട്ട് തിരിച്ച് ഈ നാട്ടിൽ വരുമ്പോൾ ഇത് പിന്നെയും പഴയ കഥയാണെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്തിരിപ്പന്മാരാണ്, തിരിച്ചറിവില്ലാത്തവരാണ്, ഈ നാടിനെ കുറിച്ച് യാതൊരു തരത്തിലും സങ്കല്പമില്ലാത്തവരാണ്. എനിക്ക് എന്റേത് ഞങ്ങൾക്ക് എന്ന ചിന്തയിൽ എന്തൊക്കെ അധികാരത്തിലേക്ക് വന്ന് വെട്ടിക്കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാം എന്ന ചിന്തയ്ക്കപ്പുറം ഈ നാടിന് വേണ്ടിയോ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്യണമെന്ന കാഴ്ചപ്പാടില്ല. ഏതെങ്കിലും ഒരു അഴിമതി ഇതിനകത്ത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കുറെ മാപ്ര കോലുകൾക്ക് മുന്നിൽ വായ്ത്താരി ഇടുക, അവർ തമ്മിൽ പരസ്പര അണ്ടർസ്റ്റാൻഡിങ് കച്ചവടം നടത്തുക, നാടിന്റെ പുരോഗമനപരമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ തടയിടുക, അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. കുറെ ഷാജൻ വാഴമാരും അവന്മാരെ താങ്ങി നടക്കുന്ന കുറെ രാഷ്ട്രീയക്കാരും ചേർന്ന് ഈ നാടിനെ എത്രമാത്രം പിന്നോട്ടടിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു വെക്കുന്നത്.
നിങ്ങൾ കൂടി അതിനെ പിന്താങ്ങിയിട്ട് അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന വ്യാജ കഥയിലൂടെ നിങ്ങളും അങ്ങ് ആശങ്കപ്പെടുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ തലമുറയെ ഈ നാട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി ഒപ്പം നിന്നു കൊടുക്കുന്നവരാണ്. അതിനുശേഷം അതിന്റെ പരിണിത ഫലം അവരോടൊപ്പം നിങ്ങൾ നിന്ന് മോങ്ങുക. ദാ ഈ നാട്ടിൽ നിന്ന് എല്ലാവരും കൊഴിഞ്ഞു പോകുന്നതെന്ന്. എന്തുകൊണ്ട് പോകുന്നു? ഈ നാടിനില്ലാത്ത സൗകര്യം അവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ നാട്ടിൽ ഒന്നും വരില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഈ നാട്ടിൽ എന്തെങ്കിലും വരാൻ പരിശ്രമിച്ചാൽ അതിനെയെല്ലാം മുടക്കുന്നവരാണ്, ഈ നാട്ടിൽ പുരോഗമനപരമായ ചിന്തയില്ലാത്തവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിലെ യുവത്വങ്ങൾ ഈ നാട് വിടുന്നത്. അത് തിരിച്ചറിയാനുള്ള സാമാന്യ യുക്തി ഉണ്ടാകണം. ലോകം കണ്ടിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് ഇതൊക്കെ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും വെളിച്ചം വീശട്ടെ. അധികകാലമൊന്നും ചിലപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. ആ കാലഘട്ടത്തിലെങ്കിലും നമ്മുടെ നാട് മറ്റുള്ള രാജ്യത്തെ പോലെ ആയി മാറുന്നുണ്ട് എന്ന് കണ്ടിട്ടെങ്കിലും കണ്ണടയ്ക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ. അതിനുള്ള ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. സതീശനെ പോലുള്ള രാഷ്ട്രീയക്കാർക്കൊന്നും രാഷ്ട്രീയ അധികാര കസേരകൾക്കപ്പുറം ഈ നാട് മുന്നോട്ട് പോകണമെന്നോ ഈ നാടിന്റെ ഭാവിയെക്കുറിച്ചോ ഒരു ചിന്തയില്ലാത്തവരാണ്. വായ്ത്താരി ഇടുക, ആധികാരികമായി പച്ച കള്ളം പറയുക, അതിലൂടെ തെറ്റിദ്ധരിപ്പിക്കുക, വരും കാലത്തിൽ മുഖ്യമന്ത്രി കസേര എങ്ങനെയും സ്വന്തമാക്കുക. അതിന് കള്ളങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തി വസ്തുത പറയുന്നവർ ഈ നാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ആർക്കാണ് ഇത്ര ധൃതി എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ധൃതി ഇല്ലാത്തത് ഈ നാട്ടിലെ കോൺഗ്രസുകാർക്കും ധൃതിയുള്ളത് ഈ നാട്ടിൽ സഞ്ചരിക്കുന്ന മനുഷ്യർക്കുമാണ്. അവരുടെ ആശങ്കയോ അവരുടെ പ്രശ്നങ്ങളോ ഒരിക്കലും അഡ്രസ് ചെയ്യാനോ അതിനുവേണ്ടി സംസാരിക്കാനോ നിലകൊള്ളാനോ നിൽക്കാത്തവരാണ്. ഇതിനെയെല്ലാം പിന്തിരിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള കഥകൾ ഇറക്കിവിട്ട് ഈ നാട്ടിൽ കുറ്റി പറിക്കാൻ വേണ്ടി നടക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്.